ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 14 നന്ദരാജോത്സവ സമ്മേളനം. ഭഗവാൻ ശ്രീകൃഷ്ണൻ മഥുരയിലേക്ക് പോയതിൽ പിന്നെ അതീവ ദുഃഖത്തോടെ കഴിയുന്ന ഗോപികമാരോട് ഉദ്ധവരെ, താൻ ശ്രീകൃഷ്ണപ്രിയനും ഭഗവാന്റെ രഹസ്യങ്ങൾ എല്ലാം അറിയുന്നവനുമാണെന്നും ഈ ഗോപികമാരുടെ വിരഹദുഃഖം താൻ ഭഗവാനെ അറിയിക്കാമെന്നും ഉദ്ധവരെ ഗോപികമാരെടുത്ത് പറഞ്ഞു. ഇപ്രകാരം ഗോപികമാരെ ആശ്വസിപ്പിച്ച ശേഷം ശ്രീദാമാവ് തുടങ്ങിയ ഗോപന്മാരുടെ കൂടെ ഉദ്ധവരെ രഥത്തിൽ കയറി സന്ധ്യയായപ്പോഴേക്കും നന്ദഗോപരുടെ ഗൃഹത്തിലെത്തി. നന്ദഗോപര് ഉദ്ധവരെ സ്നേഹത്തോടെ സ്വീകരിച്ച് ഭോജിച്ചിരുത്തി. ഭക്ഷണത്തിനു ശേഷം നന്ദഗോപൻ മഥുരയിലെ വിശേഷങ്ങൾ ചോദിച്ചു. ഉഗ്രസേന മഹാരാജാവ് സുഖമായിരിക്കുന്നുവോ എന്നും കൃഷ്ണനും ബലരാമനും നന്ദഗോപരെയും യശോദാദേവിയെയും വൃന്ദാവനത്തെയും മറ്റും ഓർക്കാറുണ്ടോ എന്നും അവരുടെ അഭാവത്തിൽ നികുഞ്ചങ്ങളും യമുനയും ഗോവർദ്ധനവും പശുക്കളും എല്ലാം തന്നെ വിഷത്തിനു തുല്യമായി തോന്നുന്നുവെന്നും തനിക്ക് ഊണും ഉറക്കവും എല്ലാം തന്നെ വേണ്ടതായതുപോലെ തോന്നുന്നു എന്നും രാമകൃഷ്ണന്മാർ ഭൂഭാരം തീർക്കാൻ അവതരിച്ചവരാണെന്ന് തനിക്ക് അറിയാമെന്നും എന്നാലും തൻ്റെ പുത്രന്മാരല്ലേ, തനിക്ക് ആ ഒരു വിഷമം മറക്കാൻ കഴിയുന്നില്ലെന്നും നന്ദഗോപര് ഉദ്ധവരെടുത്ത് പറഞ്ഞു. കൃഷ്ണനെ വീണ്ടും വീണ്ടും ഓർത്തിട്ട് നന്ദഗോപൻ ഒന്നും മിണ്ടാനാകാതെ വിറയലോടെ കിടപ്പിലായി. അദ്ദേഹം കണ്ണീരൊലിക്കുന്നത് കണ്ടിട്ട്, ആ നന്ദഗോപരുടെ സങ്കടം കണ്ടിട്ട് അത് കണ്ട ഉദ്ധവർക്കും വളരെയധികം വിഷമമായി. മഥുരാപുരിയിൽ നിന്ന് ഉദ്ധവർ വന്നതായി അറിഞ്ഞ യശോദാദേവി വാതിൽക്കൽ വന്നു നിന്നുകൊണ്ട് പുത്രൻ്റെ വിശേഷങ്ങളെല്ലാം കേട്ടിട്ട് കണ്ണീരൊഴുക്കി. യശോദാദേവി ഉദ്ധവരോട്, കൃഷ്ണൻ തന്നെയോ നന്ദഗോപരെയോ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ? അതായത് കൃഷ്ണൻ യശോദാദേവിയെക്കുറിച്ചോ നന്ദഗോപരെക്കുറിച്ചോ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ എന്നും കാണാൻ ആഗ്രഹിക്കാറുണ്ടോ എന്നും ചോദിച്ചു. തനിക്ക് ആകെ ഉള്ളത് ഒരു പുത്രൻ മാത്രമാണെന്നും അവൻ തന്നെ ദുഃഖത്തിലാഴ്ത്തിപ്പോയി കളഞ്ഞു എന്നും മറ്റും പറഞ്ഞുകൊണ്ട് യശോദാദേവി കരയാൻ തുടങ്ങി. കൃഷ്ണൻ കൂടെയുണ്ടായിരുന്ന വർഷങ്ങൾ ക്ഷണമാത്രം കൊണ്ട് കടന്നു പോയ പോലെ തോന്നുന്നു എന്നും കൃഷ്ണൻ പോയതിനു ശേഷം ഓരോ ദിവസവും ഓരോ കൽപ്പം പോലെയായി തോന്നുന്നുവെന്നും യശോദാദേവി പറഞ്ഞു. കൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നടന്ന ഓരോ സംഭവം എടുത്തു പറഞ്ഞ് കണ്ണീര് കൊണ്ട് സങ്കടം വാർത്ത് അങ്ങനെ കരയാണ് യശോദാദേവി. താൻ കൃഷ്ണനെ ഒരിക്കൽ കയറുകൊണ്ട് കെട്ടിയിട്ടല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിതയായി തീർന്ന് കരഞ്ഞു യശോദാദേവി. നന്ദഗോപൻ്റെയും യശോദാദേവിയുടെയും പുത്രവാത്സല്യം കണ്ട് ഉദ്ധവർ വല്ലാതെ വിസ്മയിച്ചു പോയി. കൃഷ്ണനിലുള്ള അവരുടെ പ്രേമഭക്തി തീർത്ഥാടനം കൊണ്ടോ തപസ്സുകൊണ്ടോ ദാനം കൊണ്ടോ ഒന്നും ആർക്കും നേടാൻ സാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധവര് അവരെ പുകഴ്ത്തി. ബലരാമനും ശ്രീകൃഷ്ണനും സുഖമായി ഇരിക്കുന്നുവെന്നും കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ അവർ തിരികെ വരുമെന്നും അവർ ദേവകാര്യം നിറവേറ്റുവാൻ അവതരിച്ചവരാണെന്നും ഉദ്ധവർ അവരെ ഓർമ്മിപ്പിച്ചു. ദുഃഖിക്കരുതെന്നും പറഞ്ഞ് സമാധാനിപ്പിച്ചു. പൂതനാമോക്ഷം തുടങ്ങിയ അനേകം അസുരന്മാരെ വധിച്ചതും ഗോവർദ്ധനം ഉദ്ധരിച്ചതും മറ്റുമായ പൂർവകമായ ആ കഥകൾ ഉദ്ധവര് നന്ദഗോപരെ കൊണ്ടുവന്നു. കൂടാതെ മഥുരയിൽ പോയ ശേഷവും അവർ അവിടെ ചെയ്ത രജകവധം, മല്ലന്മാരുടെ വധം, കംസവധം എന്നു തുടങ്ങിയ സംഭവങ്ങളും ഉദ്ധവർ എടുത്തു പറഞ്ഞു. യശോദാദേവിക്കും നന്ദഗോപർക്കും മനസ്സിലാക്കി കൊടുത്തു. ഒടുവിലായി ഗുരുദക്ഷിണയായി സാന്ദീപനി മഹർഷിക്ക് മരിച്ചുപോയ പുത്രനെ പോലും കൊണ്ടുവന്നു കൊടുത്ത സംഭവം കൂടെ പറഞ്ഞിട്ട് ഉദ്ധവർ അങ്ങനെയുള്ള ഭഗവാനെ നമസ്കരിക്കുന്നുവെന്നും പറഞ്ഞ്
യശോദാദേവിക്കും നന്ദഗോപർക്കും മനസ്സിലാക്കി കൊടുത്തു കൃഷ്ണ വൈഭവം. ഹരേ കൃഷ്ണ.